അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ SCERT 8th സ്റ്റാൻഡേർഡിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങൾ എന്ന ചാപ്റ്ററാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മൗലിക അവകാശങ്ങൾ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ മനുഷ്യാവകാശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങൾ ഉണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങൾ ഉണ്ട്. അപ്പോൾ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ അംഗീകരിച്ച അവകാശങ്ങളാണ് മനുഷ്യാവകാശമായി എല്ലാ രാജ്യങ്ങളും കണക്കാക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഒരു പൗരന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും വളരെ അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഇവ എന്ത് ചെയ്യണം? രാഷ്ട്രങ്ങൾ അംഗീകരിക്കണം. ആദ്യം രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഇനി അവകാശങ്ങൾ അംഗീകരിച്ചാലോ ഈ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം. അപ്പോൾ രാഷ്ട്രങ്ങൾ മനുഷ്യാവകാശങ്ങളെ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. അപ്പോൾ ഈ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശമായി കണക്കാക്കുകയും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങൾ ഉണ്ട്. രാഷ്ട്രങ്ങൾ ഇവ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. ഇനി ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതാത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ എവിടെയാണ് ഉൾക്കൊള്ളിച്ചിട്ടിരിക്കുന്നത്? ആ ഭരണഘടനയിലാണ്. അപ്പോൾ അതാത് രാജ്യങ്ങൾ അതിൻ്റെ ഭരണഘടനയിലാണ് അവരുടെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് ഈ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്താണ്? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശമായി കണക്കാക്കുകയും അത് രാജ്യം എന്ത് ചെയ്യണം? അംഗീകരിച്ച് സംരക്ഷിച്ച് നടപ്പിലാക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ആ പൗരന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും ഒരു സാഹചര്യം ആ രാഷ്ട്രത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് SCERTയിൽ മനുഷ്യാവകാശത്തിന് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ മനുഷ്യാവകാശത്തിന് മറ്റൊരു ഡെഫിനിഷൻ പഠിച്ചിരുന്നു. എന്തായിരുന്നു? ജാതി, മത, വംശ, വർണ്ണ, ദേശ, ഭാഷ, ലിംഗ, പദവി ഈ വിവേചനങ്ങളൊന്നുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനാണ് നമ്മൾ മനുഷ്യാവകാശത്തെ പറ്റി SCERTയിൽ പഠിക്കുന്നത്. അടുത്തത് മാഗ്ന കാർട്ടയാണ് നോക്കാം. മാഗ്ന കാർട്ട എന്താണെന്ന് നോക്കാം. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിന്റെ അർത്ഥം. രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു.
ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്ന കാർട്ട. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. അപ്പോൾ മാഗ്ന കാർട്ട രൂപപ്പെട്ടത് എവിടെയാണ്? ബ്രിട്ടനിലാണ്, അല്ലേ? അപ്പോൾ ഈ മാഗ്ന കാർട്ട എന്തുമായി ബന്ധപ്പെട്ടിരുന്നു? അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബ്രിട്ടനിൽ രൂപപ്പെട്ടതാണ് മാഗ്ന കാർട്ട. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിൽ എന്താണ് പറയുന്നത്? രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിനതീതരല്ല. രാജാവായാലും രാജാവിൻ്റെ ഭരണകൂടമായാലും നിയമത്തിനതീതരല്ല എന്നാണ് ഈ ഒരു മാഗ്ന കാർട്ട പ്രഖ്യാപിക്കുന്നത്. ഈ 1215 ജോൺ രാജാവിനെയും കൊണ്ട് ജനങ്ങൾ നിർബന്ധിച്ച് ഇതിൽ ഒപ്പുവെപ്പിക്കുന്നത്. അപ്പോൾ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ബ്രിട്ടനിൽ ആണ് ഉണ്ടായത്. ഇത് അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രമാണം എന്നാണ് അറിയപ്പെടുന്നത്. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിനതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമാണമാണ് മാഗ്ന കാർട്ട. 1215 ആരാണ് ഒപ്പുവെച്ചത്? ജോൺ രാജാവാണ് ഒപ്പുവെച്ചത്. ഇദ്ദേഹം സ്വമേധയാ ഒപ്പുവെച്ചതാണോ? അല്ല, ജനങ്ങൾ നിർബന്ധിച്ചു ഒപ്പുവെപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് എന്തിലേക്ക് വഴിതെളിച്ചു? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും ആരാണ് അടിസ്ഥാനമായി മാറിയത്? മാഗ്ന കാർട്ടയാണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എല്ലാം ബ്രിട്ടൻ പാർലമെന്റിന്റെ, അതായത് ഇതൊക്കെ ബോറോ ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് സമ്പ്രദായമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ വഴികാട്ടി എന്ന് പറയുന്നത് അന്നത്തെ മാഗ്ന കാർട്ടയായിരുന്നു. അപ്പോൾ ഇത് ഒപ്പുവെച്ചത് എന്തായിരുന്നു? 1215. ഇനി ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, അതുപോലെ തന്നെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടയാണ്. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ട പ്രമാണങ്ങളാണ്. അപ്പോൾ മാഗ്ന കാർട്ട ഒന്നും കൂടി നോക്കാം. ബ്രിട്ടനിൽ അവകാശവാദങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിന്റെ അർത്ഥം. രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെയും കൊണ്ട് ജനങ്ങൾ നിർബന്ധിച്ചാണ് ഇതിൽ ഒപ്പുവെപ്പിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ ഇത്രയുമാണ് മാഗ്ന കാർട്ടയെ പറ്റി നമ്മുടെ SCERT തന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. മൗലിക അവകാശങ്ങളുടെ നാൾ വഴി. അപ്പോൾ എങ്ങനെയാണ് മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണകൂടത്തിൽ എത്തപ്പെട്ടത്? അപ്പോൾ നോക്കിയേ, മാഗ്ന കാർട്ട ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മാഗ്ന കാർട്ട, അല്ലേ? അപ്പോൾ പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാർട്ട. അതുകൊണ്ടാണ് മാഗ്ന കാർട്ട ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. എന്താണ് മാഗ്ന കാർട്ട പറയുന്നത്? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ. ഇത് ഒപ്പിട്ടത് 1715 ജോൺ രാജാവാണ് ഇത് ഒപ്പിട്ടത്. അപ്പോൾ പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും, അപ്പോൾ പൗരരുടെ അവകാശവും അവരുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പരാമർശിക്കുന്ന ആദ്യത്തെ രേഖയാണ് ഇത് മാഗ്ന കാർട്ട. അടുത്തത് അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് 1789. അപ്പോൾ അമേരിക്കൻ അവകാശ പത്രികയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് എവിടുത്തെ? അമേരിക്കയിലെ. അപ്പോൾ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് 1789. അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺ 1789. ഇതിന്റെ പ്രത്യേകത നോക്കിയേ. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് ഇത്
ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ പിന്നീടുണ്ടായ വിപ്ലവങ്ങൾക്കെല്ലാം വഴികാട്ടിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ അതിലെ പല ഇൻസിഡൻസും എന്താണ് പല രാജ്യങ്ങൾക്കും വഴികാട്ടിയായിരുന്നു. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനവും എന്തായി മാറി? ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന ഒരു അവകാശ പ്രമാണമായിട്ട് മാറി. അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. ഇതിന്റെ പ്രത്യേകത നോക്കിയേ, എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും, അതായത് ഇതിൽ അംഗമായിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട നാൾവഴി എന്ന് പറയുന്നത്. ആദ്യത്തെ ഏതായിരുന്നു? മാഗ്ന കാർട്ട. 1215 നമ്മുടെ ജോൺ രാജാവ് ഒപ്പുവെച്ച മാഗ്ന കാർട്ട. അപ്പോൾ ഇതിൽ എന്തായിരുന്നു പ്രത്യേകത? പൗരാവകാശങ്ങളെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും പറ്റി പരാമർശിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക രേഖയായിരുന്നു മാഗ്ന കാർട്ട. പിന്നീടായിരുന്നു ഏത്? നമ്മുടെ അമേരിക്കൻ അവകാശ പത്രിക. ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയായിരുന്നു അമേരിക്കൻ അവകാശ പത്രിക. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ്? അമേരിക്കയുടെ. ഈ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖ ഏതാണ്? അത് അമേരിക്കൻ അവകാശ പത്രികയാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതായത് ഇതിന്റെ പ്രത്യേകത ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം. അതായത് ഇത് ലോകരാജ്യങ്ങളെ പിന്നീട് ഒരുപാട് സ്വാധീനിച്ചതാണ് ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്നത്. അടുത്തത് എന്തായിരുന്നു? ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. അതായത് എല്ലാ അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയായിരുന്നു ഇത്.